السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. വളരെയേറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിയൊരുക്കിയ അഥവാ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നാം ഇന്നത്തെ സെഷനിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയൊരു ഭിന്നിപ്പിന് കാരണമുണ്ടാക്കിയ വിഷയമാണ് ജിന്നുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് അത് പഠിക്കുകയും ഹക്കും ബാത്തിലും തിരിച്ചറിയുകയുമാണ് നാം ചെയ്യേണ്ടത്. ജിന്നും മനുഷ്യനും വിവാദങ്ങളുടെ പൊരുൾ എന്ന വിഷയമാണ് നാം ഇന്നത്തെ സെഷനിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ സെഷനിൽ നമ്മോട് സംവദിക്കുന്നത് സാലിഷ് വാടാനപ്പള്ളി, KV അബൂബക്കർ എടത്തനാട്ടുകാര, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ മദീനി, മോഡറേറ്റർ അനസ് മദനി മഞ്ചേരി, പിന്നെ നന്ദി പറയുന്ന അമൻ ഷാദിയും സ്വാഗതം നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ആദർശ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്ക കാലഘട്ടം മുതലുള്ള ചരിത്രവും KNMൽ നിന്നും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വ്യതിചലിച്ചു പോയ വിഭാഗങ്ങളും അവരുടെ വാദങ്ങളും ആദർശ പാപ്പരത്വമൊക്കെയാണ് നമ്മൾ ഈ പഠന ക്യാമ്പുകളിലൂടെ വിശദമായി ചർച്ച ചെയ്ത് വന്നിരുന്നത്. നമ്മുടെ ഈ ഒരു സെഷനിൽ ജിന്നും മനുഷ്യനും വിവാദങ്ങളുടെ പൊരുൾ എന്ന തലക്കെട്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സമീപകാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ വലിയ പിളർപ്പും ആ പിളർപ്പിനടിസ്ഥാനമായിട്ടുള്ള വാദങ്ങളും ആദർശ വ്യതിരക്തതകളും എന്താണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടർന്ന് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള അവസരം ഈ സെഷനിലുണ്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയാവതരണം, ഇതിൻ്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സാലിഷ് വാടാനപ്പള്ളിയെ ആദരവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, വളരെ അധികം സമയമെടുത്ത് സംസാരിക്കേണ്ട ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണ് മൊത്തം ഈ പ്രോഗ്രാം നമുക്ക് അവതരിപ്പിച്ച് തീർക്കേണ്ടത്. സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ നേരെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തക്കും ചർച്ചയ്ക്കും വേണ്ടി 2 വാക്ക് സംസാരിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ധാരാളം വഴിപിഴപ്പിക്കുന്ന ചിന്താധാരകൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ഭാവത്തിൽ, വ്യത്യസ്ത തലത്തിൽ വിവിധങ്ങളായിട്ടുള്ള അത്തരം ചിന്താധാരകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിപിഴച്ച ചിന്താധാരയാണ് നമ്മൾ ജിന്നുവാദം എന്ന പേരിൽ വിളിക്കപ്പെടുന്ന, അഥവാ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടിയാൽ അത് ശിർക്കാവില്ല എന്ന വാദം. ആ വാദവും കേരള മുസ്ലിം സമൂഹത്തെ സ്വാധീനം ചെലുത്തിയ വഴിപിഴച്ച ചിന്താധാരകളിലൂടെ കൂട്ടത്തിലാണ് ഒരു മുവഹിദ് കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ വാദം നമുക്കിടയിലേക്ക് വരുന്നത്? പലപ്പോഴും നമുക്ക് അറിയാവുന്നതുപോലെ 2007 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെയാണ് ഈ വാദം
കടന്നു വന്നത് എന്ന് നമ്മൾ പലരും വിചാരിക്കും. വാസ്തവത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് 2007 അദ്ദേഹം അവതരിപ്പിച്ച ഒരു ചിന്താധാര മാത്രമല്ല ഇത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2005 തന്നെ ഈ വാദത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയത്തെ പരാമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വേറെ ഒരു തലത്തിൽ, ഒരു ദുർബലമായ ഹദീസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് എന്ന തോന്നലിൽ കാര്യമായിട്ട് സമൂഹത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ 2007 അദ്ദേഹം ഒരു തത്വമായിക്കൊണ്ട്, ഒരു നിലപാടായിക്കൊണ്ട്, വിശ്വാസമായിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാഹ് മാസികയിൽ ഈ വാദം അവതരിപ്പിക്കാനുണ്ടായത്. ഈ വാദം അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. 2002 മർക്കസു ദഅവയുമായി ബന്ധപ്പെട്ട പിളർപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ പിളർപ്പിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്, സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മർക്കസു ദഅവ വിഭാഗം ഇവർ ജിന്ന് ബാധ, അതുപോലെ തന്നെ സിഹിർ ബാധ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അന്ധവിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരുപാട് ചർച്ചകൾ സൊസൈറ്റിക്കിടയിൽ അഴിച്ചുവിട്ട ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വിവിധ രൂപങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഒക്കെ പല രൂപത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആ കൂട്ടത്തിലാണ് ജബ്ബാർ മൗലവി ഒരു പുതിയ വാദം, മർക്കസു ദഅവ വിഭാഗത്തിൻ്റെ വാദങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പരസ്യമായി ഒരു തത്വമായിട്ട് ഈ ജിന്നുവാദം അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മർക്കസു ദഅവ വിഭാഗത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായിട്ട് രൂപപ്പെട്ടതാണ് വിസ്റ്റം എന്ന് കൊണ്ട് നടക്കുന്ന ജിന്നുവാദം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 2007 അദ്ദേഹം എഴുതിയത് നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ, തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു ജിന്നായിരിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് വെളിച്ചം തരാമോ, വഴികാട്ടി തരാമോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രാർത്ഥന ആവൂല. ജിന്നുകളോടുള്ള ആ ചോദ്യം പ്രാർത്ഥനയാവില്ല. കാരണം ശബ്ദം കേട്ട പരിധിയിൽ നിന്നുകൊണ്ടുള്ള സങ്കല്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, തൊട്ടടുത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു എന്ന ഒരു പോയിന്റ് അദ്ദേഹം വെക്കുന്നത് ശബ്ദം കേൾക്കുന്ന പരിധിയെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് ചോദിച്ച വിഷയം എന്താണ്? ചോദിച്ച വിഷയം എനിക്ക് വെളിച്ചം തരാമോ, വഴി കാണിച്ചു തരാമോ, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയാകില്ല എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജബ്ബാർ മൗലവിയുടെ വാദം എന്തായിരുന്നു? അദ്ദേഹം ആദ്യം അവതരിപ്പിക്കാൻ ശ്രമിച്ച വാദം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായ ഒരു തേട്ടമാണ് എന്ന് അവതരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഈ വാദത്തിന്റെ ഉപജ്ഞാതാവായ ജബ്ബാർ മൗലവി ഇത് സാധാരണ മനുഷ്യന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന, പരസ്പരം അവർക്കിടയിൽ നടക്കുന്ന സഹായാർത്ഥന പോലെ അത് അനുവദനീയമായ ഒരു കാര്യമാണ്, സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ടത്, അത് ജിന്നായാലും മലക്കായാലും ചോദിക്കുന്നത് എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ മാർച്ച് മാസം 2009 മാർച്ചിൽ ഇറങ്ങിയിട്ടുള്ള ഇസ്ലാഹ് മാസിക, ഞാൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വായിച്ചു തരാം. ആ മാസികയിൽ അബ്ദുസ്സലാം സുല്ലമിയെ ഖണ്ഡിക്കുന്ന വേളയിൽ അബ്ദുസ്സലാം സുല്ലമി ജബ്ബാർ മൗലയുടെ വാദമായിട്ട് അവതരിപ്പിക്കുന്നത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല, ഹറാമാണെന്നാണ് ഇവർ പറയുന്നത് എന്ന രൂപത്തിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതിയപ്പോൾ അതിന് മറുപടിയായിട്ട് ജബ്ബാർ മൗലവി എഴുതിയത്, ആരാണ് ഇദ്ദേഹത്തിനോട് ഇത് ഹറാമാണെന്ന് പറഞ്ഞത്? ആരാണ് അങ്ങനെ വാദിച്ചത്? ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല, ഹറാമേ ആകൂ എന്ന് ആർക്കാണ് അഭിപ്രായമുള്ളത്? ഹറാം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരും പറയാത്ത വാദം അനാവശ്യമായി കെട്ടിവെക്കുന്ന കള്ളത്തരമാണ് സലാം സുലമി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഖണ്ഡിക്കുന്നത്. ഇത് 2009 മാർച്ചിലാണ്. എന്ന് പറഞ്ഞാൽ അവിടം വരെ ജബ്ബാർ മൗലവി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് മനുഷ്യന്മാർക്കിടയിൽ നടക്കുന്ന സഹായത്തേട്ടം പോലത്തെ ഒരു സഹായത്തേട്ടത്തിന്റെ വിധി മാത്രമാണ്, ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിന് വരുള്ളൂ എന്ന വാദമാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഇടപെടൽ, ചില ആളുകളൊക്കെ ഇപ്പൊ സംശയിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പറയും എന്തിനാണ് ഇത് പറഞ്ഞിറക്കുന്നത്, ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ചർച്ചകൾ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി ഈ വാദത്തെ പ്രതിരോധിക്കുകയും ഈ വാദത്തെ
പിന്നെ നിരൂപണം ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ജായിസ് എന്ന ജബ്ബാർ മൗലവി ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ച ജിന്നുകളോടുള്ള സഹായത്തേട്ടം അനുവദനീയമാണ് എന്ന് ജബ്ബാർ മൗലവി ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ച വാദം ഉൾവലിഞ്ഞിട്ട് ആ വാദം പിന്നീട് പുറത്തേക്ക് വരുന്നത് പിന്നെ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ വസീലത്തുൻ ഇല ശിർക്കും ഹറാമുമാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം എന്നാൽ ശിർക്കാവൂല എന്നുള്ള ഇന്നത്തെ വിസ്റ്റത്തിന്റെ സംഘടനാ ശരീരം പേറിയിട്ടുള്ള വാദമായിട്ട് പിന്നീട് രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത് മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി അതിനെ എതിർക്കുകയും തെരുവോരങ്ങളിൽ അതിനെ വിചാരണ ചെയ്യുകയും ചെയ്തത് കൊണ്ടാണ് ഈ വാദം വിസ്റ്റം ഇന്ന് ഹറാമും വസീലത്ത് ശിർക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം വരും, ഹറാമാണ്, വസീലത്തിന് ഇല ശിർക്കാണ്, അങ്ങനെ വരുമ്പോൾ എന്ത് അപകടമാണ് ഇതിലുണ്ടാവുക എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്താണ് ജബ്ബാർ മൗലവി എടുത്തിട്ടുള്ള പിന്നെ ഇതിന്റെ ഉസൂല്. ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാവില്ല എന്ന് പറയാൻ ജബ്ബാർ മൗലവി എടുത്തിട്ടുള്ള ഉസൂൽ എന്താണ്, അടിത്തറ എന്താണ് എന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണ്. പിന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള ഇസ്തിഗാസ അല്ലെങ്കിൽ ഇസ്തിആനത്ത്, സഹായത്തേട്ടം, അത് ശിർക്കാകുന്നതും ശിർക്കാകാത്തതും വേർതിരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാർ അതിന് പറഞ്ഞ ചില നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് സ്വാലിഹ് അലി ഷെയ്ഖ് അത്തംഹീദിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണി ഞാൻ നിങ്ങൾക്ക് വായിക്കാം. إذا كانت فيما لا يقدر عليه إلا الله فهي شرك أكبر وإذا كانت فيما يقدر عليه المخلوق فهي جائزة. അദ്ദേഹം പറഞ്ഞത് എന്താ, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, പടച്ചവന് മാത്രം ഖാസായിട്ടുള്ള കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പിന്നെ സൃഷ്ടികളോട് ചോദിച്ചാൽ അത് ശിർക്കുൻ അക്ബറാണ്. എന്നാലോ വഇദാ കാനത്ത് ഫീമാ യഖിദുർ അലൈഹിൽ മഖ്ലൂഖിന് സൃഷ്ടികൾക്ക് കഴിവ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് സൃഷ്ടികളോട് ചോദിച്ചാലോ ഫഹിയ ജായിസ, അത് എന്താണ്, ജായിസത്താണ്, അനുവദനീയാണ് എന്ന ഈ അസ്ലിൽ നിന്നിട്ട് തന്നെയാണ് ജബ്ബാർ മൗലവി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ മനുഷ്യൻ തൊട്ട അടുത്ത് നിന്ന് ശബ്ദം കേട്ട ജിന്നിനോട് സഹായം തേടുമ്പോൾ ഈ മഖ്ലൂഖിനോട് ചോദിക്കുന്നത് ജായിസാണ് എന്ന സലഫി പണ്ഡിതന്മാരുടെ ഈ പറയുന്ന അവരുടെ നിബന്ധനകളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ മഖ്ലൂക്കിലേക്ക് സലഫി പണ്ഡിതന്മാർ അതിൽ മനുഷ്യരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ജബ്ബാർ മൗലവി മനുഷ്യന് പുറമെ ജിന്നിനെയും മലക്കിനെയും മഖ്ലൂക്ക് എന്ന് പറയുന്ന ആ പദത്തിന്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് സംസാരിക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ വാദത്തിൽ നിന്ന് തന്നെയാണ് വിസ്റ്റം രൂപപ്പെടുന്നത്. ഈ വാദത്തിൽ പക്ഷേ ജായിസാണ് എന്ന് പറയുന്ന, അനുവദനീയമാണ് എന്ന് പറയുന്ന ആ ഭാഗം പരിഷ്കരിച്ച് വസീലത്തു ഇല ശിർക്ക് അഥവാ ഹറാമാണ് എന്ന വീക്ഷണം അവതരിപ്പിക്കാണ്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഒരു പണ്ഡിതനും, ലോകത്ത് അഹ്ലു സുന്നയുടെ ഒരു പണ്ഡിതനും അവർ പറഞ്ഞിട്ടില്ല ഇദാ കാനത്ത് ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ് ഫഹിയ ജായിസ എന്ന് പറയുന്ന വാദത്തിന് പകരം അത് ഹറാമാണ് എന്ന ഒരു വിശദീകരണം ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാ പണ്ഡിതന്മാരും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം നേർക്ക് നേരെ ആ സൃഷ്ടികളോട് ചോദിക്കുന്നത് ജായിസാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവരൊക്കെ ഉദ്ദേശിച്ചത് മനുഷ്യരെയാണ്. പക്ഷെ വിസ്റ്റം മാത്രമാണ് ഇവിടെ ആരെ കൊണ്ടുവരുന്നത്, ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവരുന്നത്. ഇനി ആ ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവന്നിട്ട് വിസ്റ്റം വിശദീകരിച്ചത് എന്താണ്, ഹയ്യും ഹാദിറും ഖാദിറുമായിട്ടുള്ള ജിന്നുകളോടുള്ള സഹായത്തേട്ടത്തിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. എന്താണ് ശിർക്കായത്? പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണ്. അഥവാ സ്വർഗം തരണേ, രോഗശമനം തരണേ, അതുപോലെ തന്നെ ഹിദായത്ത് തരണേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജിന്നിനോടും മലക്കിനോടും ചോദിച്ചാൽ പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട. കാരണം പടച്ചവന്റെ മാത്രം പിന്നെ കുദ്റത്തിൽപ്പെട്ട കാര്യമാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാകും. എന്നാൽ സൃഷ്ടിനോട് ചോദിക്കാൻ പറ്റിയതോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ, ഇത്തിരി വെളിച്ചം തരൂ, വഴി കാണിച്ചു തരൂ, എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരൂ, എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരൂ, ഇങ്ങനെ സൃഷ്ടികൾക്കിടയിൽ പരസ്പരം നടക്കുന്ന സഹായത്തേട്ടം ഈ പറയുന്ന ജിന്നിനോടും മലക്കിനോടും ചോദിച്ചാൽ അത് ഹറാമേ ആകുള്ളൂ. അത് ഒരിക്കലും എന്താകില്ല, അത് പിന്നെ ശിർക്കാകില്ല എന്ന് വിശദീകരിക്കാണ് വിസ്റ്റം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് പിന്നെ ഹയ്യ്, ഹാദിർ, അതുപോലെ തന്നെ ഖാദിർ, 3 പദങ്ങളെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ നോക്കുക അതിന്റെ അപകടം. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, ജിന്നുകളുടെ ഹുക്മ് ഗായിബ് എന്നതിൽ നിന്ന് ഹാദിർ എന്നാക്കി മാറ്റി. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? എന്റെ തൊട്ടു മുൻപിൽ ഒരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിന്റെ ഹുക്ം എന്താണ്? നിങ്ങൾക്കറിയാം, ഈ സദസ്സ് അള്ളാഹുവിന്റെ മതം ചർച്ച ചെയ്യുന്ന സദസ്സാണ്.
അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സാണ്, അവന്റെ ദീൻ സംസാരിക്കുന്ന സദസ്സാണ്. ഈ സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലായികത്തുകളുണ്ട്, ഇവിടെയുണ്ട്, നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഹുക്കും എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഹാളിറിന്റെ ഹുക്കുമാണോ ഗായിബിന്റെ ഹുക്കുമാണോ? ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് സ്പഷ്ടമാണ് ഗായിബിന്റെ ഹുക്കുമാണ്, അദൃശ്യരുടെ ഹുക്കുമാണ്. അവർ എത്ര അടുത്തുണ്ടെങ്കിലും അദൃശ്യരുടെ ഹുക്കുമാണ്. പക്ഷേ വിസ്റ്റം വ്യാഖ്യാനം വിശദീകരിച്ച് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഈ സൃഷ്ടി ഉണ്ടായാൽ മതി. അവർ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതാകണമെന്നില്ല, കാണാൻ കഴിയുന്നതാകണമെന്നില്ല. പക്ഷേ അവരെ ഹാളിറിന്റെ ഹുക്കുമിലേക്ക് കൊണ്ടുവന്നു. മതപരമായി വിസ്റ്റം ചെയ്ത ഒന്നാമത്തെ വഴിപഴവ് അതാണ്. മനുഷ്യരുടെ മനസ്സിൽ ഗായിബീങ്ങളെ പറ്റി ഹാളിറാണ് എന്ന ചിന്ത വരുത്തിയിട്ടാണ് ഈ വാദമുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചിട്ട് ഈ പറഞ്ഞ മനുഷ്യന്റെ അടുത്ത് ഹാജരായി നിൽക്കുന്ന, അവന് കാണാൻ കഴിയാത്ത ഈ സൃഷ്ടികൾ പിന്നെ ഹാളിറിന്റെ ഹുക്കുമിലാണ് എന്ന് ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ലജന ദാഇമ ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ അവരുടെ ഫത്വയിൽ ഉദ്ധരിച്ച ഒരു വാക്കുണ്ട്, അമ്മൽ ജിന്നു ഫഹുകുമു ഹാളിരിഹിം കഗായിബിഹിം. ജിന്നുകളെ സംബന്ധിച്ച് അവർ ഹാജറുണ്ടെങ്കിലും അവരുടെ വിധി എന്താണ്? ഗായിബിന്റെ വിധിയാണ്. ഹാജറുണ്ടെങ്കിലും ഗായിബിന്റെ വിധിയാണ്. ലാ യജൂസുൽ ഇസ്തിആനതു ബിഹിം ഫീ ശൈഇൻ മിനൽ അശ്യാ. അതുകൊണ്ട് തന്നെ അവരോട് ഒരു കാര്യത്തിലും സഹായം തേടാൻ പാടില്ല. ലിഖൗലില്ലാഹി അസ്സ വജല്ല, കാരണം അല്ലാഹുവിന്റെ ഖൗലുണ്ട്. ഏതാണ് ഖൗല്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഖൗലുണ്ട് എന്ന് പറയാണ്. എന്താ പ്രശ്നം? ഒന്ന് ജിന്ന് ഹാജറുണ്ടെങ്കിലും അതിന്റെ ഹുക്കും എന്താണ്? ഗായിബിന്റെ ഹുക്കുമാണ്, മറഞ്ഞവരുടെ ഹുക്കുമാണ്. വിസ്റ്റം ചെയ്തത് എന്താണ്? ആ ഹുക്കുമ മാറ്റിയിട്ട് ഹാളിറിന്റെ ഹുക്കുമാക്കി. ഇനി രണ്ടാമത്തത് ഖാദിറിന്റെ ഹുക്കുമാണ്. നിങ്ങൾ നോക്കൂ, ജിന്നുകളെ പറ്റി വിസ്റ്റം വിശ്വസിക്കുന്നത് എന്താ? സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താ? ഏറ്റവും ഗൗരവപ്പെട്ട വഴികേട്. ആ വഴികേട് എന്താ? ജിന്നുകൾ ഖാദിറാണ്. ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യം ജിന്നുകളോട് ചോദിച്ചാൽ അത് ചെയ്തു തരാൻ ജിന്നുകൾക്ക് കഴിയും. അൽ ഖാദിർ അലൽ ഇആന. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ജിന്നുകൾക്ക് ആ വെള്ളം എടുത്തു തരാനുള്ള കഴിവുണ്ട് എന്ന് വിസ്റ്റം വിശ്വസിക്കുന്നു. ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നു. പക്ഷെ ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ വസീലത്ത് ശിർക്കാണ്. ചോദിക്കാൻ പാടില്ല. ചോദിച്ചാലോ കൊണ്ടുവന്നതൊക്കെ തരും, കിട്ടും എന്ന് വിശ്വസിക്കുക. നിങ്ങൾ നോക്കൂ, ഈ വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണ്. മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ, അവർ എനിക്ക് ഒരു ഉപകാരത്തിന് ഞാൻ ചോദിച്ചാൽ അത് കൊണ്ടുവന്ന് തരാനുള്ള ഒരു സബബായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാ ജിന്നുകൾ അവരുടെ മിത്രങ്ങളെ സഹായിക്കുന്നു, ശൈത്താന്മാർ പിന്നെ വഴിപിഴച്ചരെ സഹായിക്കുന്നു, മലായിക്കത്തുകൾ സത്യവിശ്വാസികളെ സഹായിക്കുന്നു എന്നല്ലാണ്ടല്ലോ. അതൊക്കെ ഉണ്ട് അള്ളാഹു വെച്ച വ്യവസ്ഥ പ്രകാരം. നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മൾ ചോദിച്ചാൽ അതിനുത്തരം ചെയ്യാൻ ജിന്നിനോ മലക്കിനോ അവരുടെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ സാധിക്കുമോ? സാധിക്കുമെന്ന് വിസ്റ്റം വിശ്വസിക്കുന്നു. സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്ന് കേരളം പറയുന്നു. ഇത് രണ്ടും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒന്ന് തൗഹീദിന്റെ വാദമാണെങ്കിൽ ഒന്ന് ശിർക്കിന്റെ വാദമാണ്. ഈ പഴച്ച ചിന്താധാര സൊസൈറ്റിയിൽ പടർത്തിയത് ഇത് തന്നെയാണ്. ജിന്നുകൾ ഖാദിറാണ്, പക്ഷെ ഞങ്ങൾ ചോദിക്കില്ല എന്നുള്ളൂ. ചോദിച്ചാൽ കിട്ടും, പക്ഷെ ചെയ്തുതരാൻ ജിന്നിന് കഴിയും, ഞങ്ങൾ ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സൊസൈറ്റിയെ പരിവർത്തിപ്പിക്കുകയാണ് ചെയ്തത്. ആമുഖമായി ഈ വാദത്തിന്റെ അപകടം ഇത്രമാത്രം പരാമർശിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ വിമർശനങ്ങൾക്കും നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾക്കും വേണ്ടി ഈ വിഷയത്തെ സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ബാത്തിൽ ബാത്തിലായിട്ട് ഉൾക്കൊള്ളാനുമുള്ള ഹൃദയ വിശാലതയും ഈമാനും ഇൽമും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. ഇവിടെ നമ്മുടെ ഈ വിഷയാവതരണത്തിൽ ബഹുമാനനായ സാലിഷ് വാടാനപ്പള്ളി വളരെ കൃത്യമായി ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘത്തിൻ്റെ ആദർശവും ആ ഒരു സംഘടന കെട്ടിയുണ്ടാക്കപ്പെട്ട ആദർശത്തെക്കുറിച്ചും വളരെ കൃത്യമായി സൂചിപ്പിച്ചു. സാധാരണയായി ഈ വിശ്വാസം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളോട് കൂറ് കാണിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അതിലൽപ്പം മിതത്വം പാലിക്കുന്ന ആളുകൾ പറയാറുണ്ട്,
ജിന്നുകളോട് സഹായം ചോദിക്കൽ അഥവാ ഇസ്തിആനത്തും ബിൽ ജിന്ന്, അതിൽ വിസ്ഡത്തെ സംബന്ധിച്ചിടത്തോളം വിസ്ഡത്തിൻ്റെ ആദർശം അത് വസീലത്തിൽ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗം മാത്രമാണ് എന്നതും കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയുടെ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആദർശപ്രകാരം അത് പക്കാ ഷിർക്ക് അഥവാ ഷിർക്കുൻ മുത്ലഖ് ആണ് എന്നതുമാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും അതല്ലെങ്കിൽ രണ്ട് സംഘങ്ങളും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം ഹറാമാണ് എന്നുള്ളതാണ്. സഹായം ചോദിക്കൽ വസീലത്തുനില്ല ഷിർക്കാണ് എന്ന് വിസ്ഡവും സഹായം ചോദിക്കൽ ഷിർക്കുൻ മുത്തലക്കാണ് എന്ന് കേന്നും പറയുമ്പോഴും ചോദിക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ അത് ഹറാമാണ് എന്ന ഹുക്കുമിലേക്കാണ് പൊതുവെ ഇതിൻ്റെ സംസാരങ്ങൾ പലപ്പോഴും എത്തി നിൽക്കാറുള്ളത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഈ ഒരു വാദത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഹുക്കുമ് ഹറാമാണ് എന്ന് യോജിച്ചുകൊണ്ട് നിൽക്കുന്നതിന് പകരം എന്തിനാണത് വസീലത്തുനില്ല ഷിർക്ക് എന്നതിൻ്റെ പേരിലും അതല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ഷിർക്കുൻ മുത്തലക്ക് എന്ന വിശ്വാസത്തിൻ്റെ പേരിലും എന്തിനാണ് നമ്മുടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ 2012 ഒരു വലിയ പിളർപ്പിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്ന് പലപ്പോഴും ഇതിൻ്റെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്. അതിന് എന്ത് മറുപടിയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകാനുള്ളത്? ആ ചോദ്യത്തിന് ബഹുമാനനായ സാലിഷ് വളാനപ്പള്ളി വളരെ കൃത്യമായി കൊണ്ട് ഉത്തരം നൽകും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് സാധാരണ കേൾക്കാറുള്ളൊരു ചോദ്യമാണ്. എന്നുവെച്ചാൽ വിസ്ഡം വിഭാഗം ജിന്നുകളോടുള്ള സഹായത്തേട്ടം വസീലത്തുൻ ഇല ഷിർക്ക് ഹറാം എന്ന് പറയുന്നു, കേന്നമ്മ് ഷിർക്ക് എന്ന് പറയുന്നു. രണ്ടായാലും ഹറാം എന്നാണല്ലോ, അതിൻ്റെ ഹുക്കും ഹറാം എന്നാണല്ലോ. ഷിർക്കും ഹറാമാണ്, വസീലത്ത് ഷിർക്കും ഹറാമാണ്. പിന്നെ എന്തിനാണ് ഇത്ര വലിയ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് സാധാരണ ആളുകൾക്ക് സംശയം തോന്നാറ്. നിങ്ങൾ നോക്കൂ, ഇതിന് മനസ്സിലാക്കണമെങ്കിൽ ഇത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. മുഹൈദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന ആൾക്കാർ ഈ കേരളത്തിലുണ്ടല്ലോ. മുഹൈദ്ദീൻ ഷേഖെ സഹായിക്കണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളൊന്ന് സങ്കല്പിക്കാം, അവർ നാളെ മുതൽ പറയാണ് മുഹൈദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് മുഹൈദ്ദീൻ ഷേഖിനോട് സഹായം തേടിയാൽ മുഹൈദ്ദീൻ ഷേഖ് അത് ചെയ്തു തരാൻ കുദറത്തുള്ള ആളാണ്, ഖാദിറാണ്. മുഹൈദ്ദീൻ ഷേഖ് ഖാദിറാണ്. നമ്മൾ ചോദിച്ച കാര്യം ചെയ്തു തരാൻ മുഹൈദ്ദീൻ ഷേഖിന് പറ്റും. പക്ഷെ ചോദിക്കാൻ പാടില്ല, വസീലത്തുൻ ഇല ഷിർക്കാണ്, ഹറാമാണ് എന്ന് പറഞ്ഞാൽ തൗഹീദായോ? എന്ന് പറഞ്ഞ തൗഹീദായോ? അഥവാ മുഹൈദ്ദീൻ ഷേഖെ എനിക്ക് മരുന്ന് കൊണ്ടുവന്ന് തരണേ, അപ്പം മരുന്ന് കൊണ്ടുവന്ന് തരാൻ മുഹൈദ്ദീൻ ഷേഖിന് പറ്റും. പക്ഷെ ഞാൻ ചോദിക്കണില്ല. ചോദിച്ചാൽ അത് വസീലത്തിലെ ഷിർക്ക്, പിന്നീട് ഷിർക്കിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഹറാമാണ്, ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേന്നമ്മുകാർ, സലഫികൾ, മുവഹിദുകൾ തൃപ്തരാണോ? അതല്ല, മുഹൈദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ചോദിച്ചാൽ മുഹൈദ്ദീൻ ഷേഖ് അത് കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല, അതിന് മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധ്യമല്ല, ആ ചോദ്യം ഷിർക്കാണ് എന്ന് തന്നെ പറയണോ? വേണം. അതെന്നാണ് ഇവിടത്തെയും പ്രശ്നം. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജിന്നെ സഹായിക്കണേ, എനിക്ക് വെളിച്ചം തരണേ, വഴി കാണിച്ചു തരണേ, എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരണേ, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണേ, എന്നെ ഒന്ന് കൈപിടിച്ച് പൊക്കി ഉയർത്തണേ, വെള്ളത്തിൽ തന്നെ പൊക്കിയെടുക്കണേ. ഇങ്ങനെ സൃഷ്ടിനോട് ചോദിക്കാൻ പറ്റിയ എല്ലാം ജിന്നിനോട് ചോദിച്ചാൽ ആ ചോദ്യം എന്തേ ആവുള്ളൂ? ആ ചോദ്യം വസീലത്ത് ഷിർക്കാവുള്ളൂ. പക്ഷെ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ചെയ്യാനുള്ള ഖുദ്റത്ത് ആർക്കുണ്ട്? ജിന്നിനുണ്ട്. ഫൈസൽ മുസ്ലിയാർ പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാമിൽ വ്യക്തമായിട്ട് പറഞ്ഞു, എന്താ, മനുഷ്യനോട് ചോദിച്ചാൽ ഷിർക്കാവാത്ത കാര്യങ്ങൾ ഒന്നും ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാവൂല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോട് പറയണം. മനുഷ്യനോട് ചോദിച്ചാൽ ഷിർക്കാവാത്തതൊന്നും ജിന്നുകളോട് ചോദിച്ചാലും ഷിർക്കാവൂല. അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ ചോദിക്കുന്ന സഹായത്തിന് വല്ല പരിമിതി ഉണ്ടോ? ഇന്ന് കാലത്ത് മുതൽ ഈ ഉച്ച വരെ എത്ര സഹായങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പരസ്പരം ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ഇതൊക്കെ ജിന്നിനോട് ചെയ്താലും എന്തല്ല, ഷിർക്കാവൂല. പിന്നെന്താ, ഹറാമാണ്. പക്ഷെ ഇത് ജിന്നിന് ചെയ്തു തരാൻ പറ്റുമോ? നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം ചെയ്യാൻ പറ്റുമോ? ഈ വിഷയത്തെ നമ്മളൊന്ന് പ്രശ്നവൽക്കരിക്കൂ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഉത്തരം ചെയ്യാൻ പറ്റൂല, അതിനുള്ള കുതിരത്തില്ല. അപ്പൊ ഖാദിറല്ലെങ്കിൽ ഷിർക്കായി. അവരെ വാദം എന്താ? ജിന്നിനോട് ഞാനൊരു ഭൗതിക സഹായം ചോദിച്ചാൽ ആ ജിന്ന് അത് ചെയ്തു തരാനുള്ള ഖാദിറാണ്, കുതിരത്തുണ്ട്. ജിന്നിന് ചെയ്തു തരാൻ പറ്റുമോ? പറ്റുമെന്ന് വിശ്വസിച്ചാൽ അവസ്ഥ എന്താ? ഇപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല.
എനിക്ക് ഓണാക്കാൻ അറിയാത്തതുകൊണ്ടാണ്, മൈക്കിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അനസലായി എന്ത് ചെയ്തു? അനസലായിനോട് ഞാൻ സഹായം തേടി. അനസലായി അത് എനിക്ക് തിരിച്ചു തന്നു. ആ സഹായം പിന്നെ ചോദിച്ചതിനുള്ള ഉപകാരം തിരിച്ച് ചെയ്തു തന്നു. നിങ്ങൾ ആലോചിക്കുക, അത് ഞാൻ ഇവിടെ എന്തെങ്കിലും ജിന്നുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ അത് ജിന്ന് ചെയ്തു തരുമോ? മൈക്ക് ശരിയാക്കി തരുമോ? മിസ്റ്റ് എങ്ങനെ വിശ്വസിക്കണേ? ഖാദിറാണെന്നാണോ വിശ്വസിക്കണത്? ഖാദിർ അല്ല എന്നാണോ? ഖാദിറാണെന്ന് വിശ്വസിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കിട്ടും, ഇങ്ങോട്ട് കിട്ടും, ചോദിക്കാൻ പാടില്ല, പക്ഷെ അത് കിട്ടും, ചോദിച്ചാൽ കിട്ടും. ഈ വിശ്വാസത്തിൽ എവിടെ തൗഹീദ്? ഇത് ശിർക്കാണ്. ഈ വിശ്വാസം ശിർക്കാണ്. അതുകൊണ്ട് ചോദിക്കണം തന്നില്ല, ഈ വിശ്വാസം തന്നെ ശിർക്കാണ്. പിന്നെ അവർ ഹറാം എന്ന് പറയുന്നു, നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നു, രണ്ട് ഹറാമല്ലേ എന്ന് പറഞ്ഞാലും ഈ അപകടമുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തത്, അള്ള ഒരു കാര്യം ശിർക്കാക്കിയത് നമ്മൾ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹുക്കും എന്താ? അള്ളാഹു ഒരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞു, നമ്മൾ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹുക്കും എന്താ? അതിൻ്റെ ഹുക്കും വ്യക്തമാണ്, അവൻ കാഫിറാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അള്ളാഹു ഒരു കാര്യം ശിർക്കാണെന്ന് പറയുന്നു. ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ഗായിബീങ്ങളായ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നത് ശിർക്കാണെന്ന് അള്ള പഠിപ്പിക്കുന്നു. നമ്മൾ പറയുന്നു ശിർക്കല്ല, വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഹുക്കും എന്താണ്? അള്ള ശിർക്കാക്കിയത് ആരെങ്കിലും ശിർക്കല്ലാതാക്കിയാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. അപ്പോൾ ഗൗരവമാണ് വിഷയം. തൗഹീദുമായി നേർക്ക് നേരെ ഉരസുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വസീലത്ത് ശിർക്കെന്ന് പറഞ്ഞാൽ പോരാ, ശിർക്കെന്ന് പറഞ്ഞെങ്കിലേ തൗഹീദാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പൊതുവെ നമ്മുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസാരിക്കുമ്പോൾ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാകില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ മനുഷ്യൻ്റെ ആവശ്യപ്രകാരം ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നത് പരിശുദ്ധമായ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ജ്യോത്സ്യന്മാരെ, സാഹിറിനെയൊക്കെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്രകാരമുള്ള വിഷയങ്ങളാണ്. പിന്നെ എന്തിനാണ് അതല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പരിപൂർണമായും തെറ്റാണ് എന്ന് നമ്മൾ പറയാറുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പേരിൽ പിന്നീട് കേൾക്കാറുള്ള ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിന് ബഹുമാനനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ മദീനി ഉത്തരം നൽകും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പിശാചുക്കൾക്ക്, ജ്യോത്സ്യന്മാർക്ക്, സാഹചര്യങ്ങൾക്കൊക്കെ ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് അവരുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാം. അതുപോലെ കാഹിന്യങ്ങൾക്ക് പിശാച്ച് ചിലത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഹദീസിലില്ലേ എന്നൊക്കെയാണല്ലോ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. പുസ്തകം ഇട്ടോട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സാലിസ് മൗലവി തന്നെ വളരെ വ്യക്തമായി ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, അഗ്നിയുടെ തീയിൻ്റെ ജ്വാലകളിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന. മനുഷ്യരാവട്ടെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് ഖുർആൻ പറയുന്നു. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമ്മളോട് പറഞ്ഞത് എന്താണോ അത് നമ്മൾ വിശ്വസിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായിട്ടുള്ള, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും നമ്മുടെ അറിവുകൾക്കും അന്വേഷണങ്ങൾക്കും അപ്പുറത്തുള്ള അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളെക്കുറിച്ചോ മലക്കുകളെക്കുറിച്ചോ നമുക്കൊന്നും പറയാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ജിന്നുകളെ കത്തിയാളുന്ന തീയിൻ്റെ ജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതുകൊണ്ടാണ്.
നിങ്ങളിൽ ഓരോ വ്യക്തിക്കും ജിന്നിൽ നിന്നുള്ള ഒരു കരീനും മലക്കിൽ നിന്നുള്ള ഒരു കരീനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ കൂടെ പിശാചാകുന്ന ഒരു കരീനമുണ്ട്, നന്മ തോന്നിപ്പിക്കുന്ന മലക്കിൻ്റെ ഒരു കരീനമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു? ഖുർആനിലും ഹദീസിലും വന്നത് വിശ്വസിക്കുന്നു. ഇതുപോലെ ജ്യോത്സ്യന്മാർക്ക്, സാഹിര്യങ്ങൾക്ക് പിശാചിൻ്റെ ചില ബന്ധമുണ്ട്, അവരുമായി പ്രത്യേകമായ ചില ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്നു. ഖുർആനിൽ തന്നെ സൂറത്ത് ശുഅറാന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഖുൽ ഹൽ നുനബ്ബിയുക്കും അലാ മൻ തനസ്സലു ശയാതീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അഥീം. പ്രവാചകരെ ചോദിക്കുക, ആർക്കാണ് പിശാചുക്കൾ ഇറങ്ങുക? തനസ്സലു അലാ കുല്ലി അഫാകിൻ അഥീം, കളവ് പറയുന്ന വ്യാജന്മാർക്കാണ് പിശാച് അവതരിക്കുക. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ജ്യോത്സ്യന്മാർക്കും കാഹിന്യങ്ങൾക്കൊക്കെ പിശാചിന്റെ സഹായം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ മനുഷ്യന് സഹായം കിട്ടും എന്നല്ലേ പറയണത്? നഊദു ബില്ലാഹ്. പിശാച് പൂജകരായിട്ടുള്ള കാഹിന്യങ്ങൾക്കും പിശാചിന്റെ സേവ ചെയ്യുന്ന സാഹിര്യങ്ങൾക്കും തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം, വ്യാജന്മാർക്കും പാപികൾക്കും പിശാചിന്റെ പ്രത്യേക അവതരണം ഉണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞാൽ നമുക്ക് വിശ്വാസികൾക്കൊക്കെ അത് ബാധകമാണോ? ഇന്നാ ജഅൽനാ ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. വിശ്വസിക്കാത്ത ആളുകൾക്ക് പിശാചിനെ ഞാൻ രക്ഷാധികാരിയായി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം? അപ്പൊ പിശാച് പൂജയും പിശാച് സേവയും നടത്തുന്ന ആളുകൾക്ക്, സാഹിര്യങ്ങൾക്ക്, കാഹിര്യങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഒരു പ്രത്യേകമായ സഹായവും പ്രത്യേകമായി അവർക്ക് ചില കാര്യങ്ങളിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഇസ്തിംതാഗ് അവർ തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? മറ്റു മനുഷ്യരൊക്കെ അതുകൊണ്ട് സഹായം കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവരുമായി ഒരു നിലക്കും നമുക്ക് ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല, അവർ ഹാജരാകുന്നതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കുൽ നബിയെ പറയുക, അഊദു ബിക അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ അവൻ്റെ എൻ്റെ അടുത്താകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ആ പിശാച് ഹാജരാകുന്നതും പിശാച് തോന്നിപ്പിച്ചു തരുന്നതെന്നൊക്കെ അള്ളാഹിനോട് കാവലിനെ ചോദിക്കാനാ പറഞ്ഞത്. അതല്ലാതെ അവര് തോന്നിപ്പിക്കുന്നുണ്ടല്ലോ, അവര് സാഹിറിനും കാഹിറിനും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവര് ചെയ്യണത് ശിർക്കായതുകൊണ്ടല്ലേ? സാഹിറും കാഹിനും കാഫിര്യങ്ങളല്ലേ? കാഫിര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെന്നുള്ളതാ നമുക്ക് തെളിവ്. സാഹിറായ മനുഷ്യൻ, കാഹിനായ മനുഷ്യൻ പക്ക കാഫിറും മുർത്തദ്ദുമാണ്. കാരണം അവർ പിശാച് പൂജകരാണ്. അപ്പൊ ആ പിശാച് പൂജകർക്ക് എന്തോ പ്രത്യേകമായി, അത് നേരത്തെ എന്തൊക്കെയാണോ ഖുർആനിലും ഹദീസിലും പിശാചുക്കളെ കുറിച്ച് പറഞ്ഞത്, അത് ഗൈബിയായ കാര്യത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഗൈബിൽ വിശ്വസിക്കുന്നതിന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് വിചാരിച്ച് അത് ആമായി എടുത്ത് എല്ലാവർക്കും പിശാചിന്റെ സഹായമുണ്ട് എന്ന് പറയാൻ വകുപ്പില്ല. അതാണ് അത് സംബന്ധമായി മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതിന്റെ ചോദ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സാലിഷ്കി പറഞ്ഞതാണ്. നേരത്തെ കാണിച്ച പുസ്തകത്തിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ മൗലികത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫൈസൽ മൗലവി എഴുതുന്നത് കണ്ടോ? എന്താണ് നമ്മുടെ ഇടയിലുള്ള തർക്ക വിഷയം? അതേ എഴുതി നോക്കൂ. ഗതിമുട്ടിയവനും ജിന്നും എന്ന അധ്യായത്തിൽ നമ്മുടെ വാദത്തെ കേന്നം പറയുന്നതിന് ഒരു ചോദ്യമായി ചോദിക്കുക, ഗതിമുട്ടിയവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ജിന്ന് സാധിക്കും എന്ന വിശ്വാസം അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅവ യക്ഷിഫു വയജഅലകും ഖുലഫാ അല്ലാഹ് ഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ എന്ന ആയത്തിന് എതിരല്ലേ? മുപ്പരുടെ പുസ്തകത്തിൽ KNMന്റെ വാദത്തെ ചോദ്യമായി എടുത്തു ധരിച്ചിട്ട് മറുപടി പറയാം. അങ്ങനെയാണ് എല്ലാ അധ്യായവും. മുപ്പരുടെ മറുപടി എന്താ? അല്ല, ഗതിമുട്ടിയവൻ ജിന്നിനെ വിളിക്കുന്നത് അമ്മ യുജീബുൽ മുൽത്തറ, ഗതിമുട്ടിയവന്, പ്രയാസത്തിലാക്കപ്പെട്ടവന് അള്ളാഹു അല്ലാതെ ഉത്തരം നൽകുവാനുണ്ടോ എന്ന ചോദ്യത്തിന്, ആ ആയത്തിന് എതിരല്ല. ഗതിമുട്ടിയവന്റെ വിളിക്കും അല്ലാത്തവന്റെ വിളിക്കും കാര്യകാരണ ബന്ധത്തിന് അപ്പുറമായി ഉത്തരം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നതിൽ തർക്കമില്ല. എന്നാൽ ഗതിമുട്ടിയവന്റെ വിളിക്ക് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം നൽകാൻ ഒരു സൃഷ്ടിക്ക് സാധിക്കുമെന്ന വിശ്വാസത്തെ ഇസ്ലാം ശിർക്കായി പരിചയപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അഭൗതികമായ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർ ഉത്തരം ചെയ്യുമെന്ന വിശ്വാസമാണ് ഖുർആൻ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇയാൾ എന്ത് സമർത്ഥിക്കുന്ന അറിയോ? അഭൗതികത കൽപ്പിച്ചാൽ എന്താ അഭൗതിക എന്ന് പറഞ്ഞാൽ 2 പേജ് അപ്പുറത്ത് പറയുന്നുണ്ട്, ദിവ്യത്വം കൽപ്പിക്കുക. അപ്പൊ ദിവ്യത്വം കൽപ്പിക്കാതെ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം കഴിയണ കാര്യം ചോദിച്ചാൽ മാത്രമേ ശിർക്ക് വരുള്ളൂ.
എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര അപകടം പിടിച്ച വാദമാണിത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാ ഇവിടെ എന്താണ് അതിന് വളരെ കൃത്യമായിട്ട് ബഹുമാനനായ അബ്ദുറഹ്മാൻ മദീനി ഉത്തരം നൽകി. അവരുടെ രേഖകളും അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളൊക്കെ ധാരാളമായി നമുക്കതിന് തെളിവുകളായി നിരത്തുവാൻ ഉണ്ട്. ഇൻഷാ അല്ലാ അടുത്തതായി പൊതുവെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ആവർത്തിക്കപ്പെടുന്നതല്ല, പൊതുവെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കേരള നദവത്തുൽ മുജാഹിദീനിൽ നിന്നും 2012 വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഒരു സംഘടനയുണ്ടാക്കി പിളർന്നു പോകാനുണ്ടായ പല കാരണങ്ങളിൽ അവർ പറയാറുള്ളത് ജിന്നുബാധയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേന്നം നിഷേധിക്കുകയും അത്തരത്തിലുള്ള ഹദീസുകളെ കേന്നം തള്ളിക്കളയുകയും ചെയ്തതുകൊണ്ടാണ്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദമുള്ള ആളുകളുമായി ഐക്യപ്പെട്ടതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ 2012 മറ്റൊരു സംഘടനയായി മുന്നോട്ട് പോയത് എന്ന് വലിയ സ്റ്റേജുകളിലും അതുപോലെ തന്നെ ഭാവി തലമുറയിൽ പ്രഭാഷകരായി പ്രബോധകരായി വളരാനുള്ള അറബിക് കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന സദസ്സുകളിലൊക്കെ ഈ വലിയ കള്ളം പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അതുമായി അനുബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് റുഖിയ ശർഈയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ KNM അതിന് വലിയ നിഷേധം ആ വിഷയങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചു എന്നുള്ളതൊക്കെ വലിയ കള്ളം KNMൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ബഹുമാനനായ KB അബൂബക്കർ സാർ, KB അബൂബക്കർ ഇടത്തനാട്ടുകാര, അദ്ദേഹം വിശദീകരിക്കും. വളരെ ആദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ജിന്നുബാധ KNM നിഷേധിക്കുന്നു എന്നാണ്. മറ്റൊന്ന് റുഖിയ ശർഈയ KNM നിഷേധിക്കുന്നു എന്നാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ അസംബന്ധമാണ്. സ്വാഭാവികമായിട്ടും പലരും പറയാറുണ്ട്, ഇപ്പോൾ യാഥാസ്ഥിക വിഭാഗം മുഅ്ജിസത്തും കറാമത്തും നിഷേധിക്കുന്നവരാണ് മുജാഹിദുകൾ, ഖബർ സിയാറത്ത് ഇല്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത് പോലെ അവരുടെ തെറ്റായ വിശ്വാസങ്ങൾക്കും ഖുർആനും സുന്നത്തിനും എതിരായ രീതിയിലുള്ള ആചാരങ്ങൾക്കും മറുപടി പറയാതിരിക്കാനുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണത്. യഥാർത്ഥ ഖബർ സിയാറത്തിനെയോ അല്ലെങ്കിൽ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഒരിക്കലും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അതുപോലെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ജിന്നുബാധയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടിനെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിർത്തിട്ടില്ല, ഇപ്പോഴും എതിർക്കുന്നില്ല. രണ്ടാമത്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഖുർആന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട മന്ത്രത്തെയും ഇസ്ലാം ഒരിക്കലും KNM മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും എതിർത്തിട്ടില്ല. ഒന്നാമതായി ഞാൻ ചോദ്യങ്ങൾ മറുപടികൾ എന്ന AP അബ്ദുൽ ഖാദർ മൗലയുടെ ഒരു പുസ്തകം, ഇത് 1993 പ്രസിദ്ധീകരിച്ചതാണ്. അന്ന് ഈ മന്ത്രത്തെക്കുറിച്ച് AP അബ്ദുൽ ഖാദർ നൽകിയ വിശദീകരണം, ഇവിടെ മന്ത്രം എന്ന് ഒരു മന്ത്രവുമായി ബന്ധപ്പെട്ട് അതിന് പ്രതിഫലമാകുന്നതിന് ഉള്ള ഹുക്കുമിനെ കുറിച്ച് ഉള്ളൊരു ചോദ്യത്തിന് മറുപടിയായി എന്താണ് ഇസ്ലാമിലെ മന്ത്രം എന്ന് പരിചയപ്പെടുത്താൻ AP അബ്ദുൽ ഖാദർ മൗലവി ചെയ്യുന്നത്. ഇങ്ങനെയാണത് പറയുന്നത്. ഇവിടെ മന്ത്രം എന്താണ് എന്നാണ്. ഇവിടെ മന്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് രോഗശമനത്തിനുള്ള പ്രാർത്ഥനയെ പറ്റിയാണല്ലോ. ഇതും ഇതുപോലുള്ള വേറെ ചില പ്രാർത്ഥനകളും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ബാബുർ റുഖിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രത്തിന്റെ അധ്യായം എന്ന തലക്കെട്ടിലാണ് അവയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. നമ്മുടെ ചർച്ചാ വിഷയമായ ഹദീസിൽ സഹാബികൾ നടത്തി എന്ന് പറയുന്ന മന്ത്രവും ഈ പ്രാർത്ഥനയുടെ ഗണത്തിൽ പെട്ടതു തന്നെ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് ഫാത്തിഹയിലെ ആ പ്രധാനപ്പെട്ട ആയത്ത് അതിവിശിഷ്ടമായ പ്രാർത്ഥനയാണല്ലോ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ രോഗശമനത്തിനായി നടത്താമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമോ അഭിപ്രായാന്തരമോ ഇല്ല എന്ന് കേരള നദവത്തുൽ മുജാഹിദീൻ വളരെ മുമ്പ് തന്നെ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്,
അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഖുർആന്റെ പരിഭാഷയിൽ സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണം നടത്തുന്ന മധ്യേ അമാനി മൗലവി അത് വിശദീകരിക്കുന്നുണ്ട്, മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. റുഖിയയെക്കുറിച്ച് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ പറയുമ്പോൾ പല ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ഇതൊരിക്കലും നമ്മൾ നിഷേധിച്ചിട്ടില്ല എന്നർത്ഥം. എന്നാൽ പിൽക്കാലത്ത് ഏതാണ്ട് ഈ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ ഈ മന്ത്രത്തെ റുഖിയയെ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ട് എന്നർത്ഥം. ആ സമയത്ത് കെ സക്കരിയ സലാഹി അദ്ദേഹം ജിന്ന് സിഹർ കണ്ണേർ റുഖിയ ശറയ്യ ഒരു പ്രാമാണിക പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഈ കാലഘട്ടത്തിൽ ഇറക്കി. ഈ കാലഘട്ട ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2010 കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ പറയുന്ന മന്ത്രം എന്ത് എന്നാണ് പരിശോധിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ മന്ത്രം എന്ത് എന്നാണ് ഇസ്ലാമിലെ ജിന്നുബാധയേറ്റാൽ എങ്ങനെയാണ് മന്ത്രം എന്ന് സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയാണ്. എങ്ങനെയാണ് മന്ത്രം? മന്ത്രം വെറും കേവലം പ്രാർത്ഥനയല്ല എന്നാണ്. മന്ത്രം എന്ന് പറയുന്നത് കേവലം പ്രാർത്ഥനയല്ല. അതിന് തെളിവായി കുറെ ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, നമസ്കാരം പ്രാർത്ഥനയുടെ ഒരു ഇനമാണെന്ന് പറയുന്നത് പോലെ റുഖിയയും ദുആഇന്റെ ഒരു ഇനമാണെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. എന്നത് റുഖിയ രോഗശമന പ്രാർത്ഥന മാത്രമാണെന്ന് പറയാൻ ചിലർ തെളിവാക്കാറുണ്ട്. എന്നാൽ ജിന്നുബാധക്കും സെഹർബാധക്കും മറ്റും ചികിത്സ നടത്തുമ്പോൾ രോഗിക്ക് തടവിക്കൊടുക്കുക, ഉമിനീർ കലർത്തി രോഗിയെ ഊതുക, രോഗിയെ പ്രഹരിച്ചുകൊണ്ട് ജിന്നിനെ പുറത്താക്കുക, ഇതെല്ലാം റുഖിയയുടെ ഭാഗമായി ഷെയ്ഖ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖിന്റെ കൃതികൾ പരിചയമുള്ള ആർക്കും ഇതറിയാം. കേവലം രോഗശമന പ്രാർത്ഥന മാത്രമായി റുഖിയയെ ഷെയ്ഖ് കണ്ടിരുന്നില്ലെന്ന് ഇതെല്ലാം തെളിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എഴുതിയത് നോക്കൂ. ബാധയേറ്റ ആളുടെ അടുത്തേക്ക് അയാളിലുള്ള ജിന്നിനോട് പുറത്തു പോകൂ എന്ന് പറയാനായി നമ്മുടെ ഗുരു ഇബ്നു തൈമിയ്യ ആളെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ രോഗിയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറയും, ഷെയ്ഖ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പുറത്തു പോകുക, ഇത് നിനക്ക് അനുവദനീയമല്ല. അപ്പോൾ ജിന്നുബാധയേറ്റവന് ബോധം തെളിയുകയും ചെയ്യും. ചിലപ്പോൾ ഷെയ്ഖ് തന്നെ നേർക്കുനേർ അതിനോട് ജിന്നിനോട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ശരീരത്തിൽ കയറിയ ജിന്ന് ധിക്കാരിയാണെങ്കിൽ അടിച്ചുകൊണ്ട് ഷെയ്ഖ് അതിനെ പുറത്താക്കുകയും അപ്പോൾ രോഗി സുഖം പ്രാപിച്ച് ബോധം തെളിയുകയും ചെയ്യും. രോഗിയാവട്ടെ അടിയുടെ യാതൊരു വേദനയും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും മറ്റുള്ളവരും അദ്ദേഹത്തിൽ നിന്ന് ഇത് പലതവണ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കേവലം രോഗശമന പ്രാർത്ഥന മാത്രമല്ല റുഖിയ എന്ന് പല നിലക്കും വ്യക്തമാകുന്നുണ്ട്. ഇത് സക്കരിയ സലാഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കേരള നേതൃത്വ മുജാഹിദിന് അതുവരെ പറഞ്ഞത് റുഖിയ ശറയ്യ എന്ന് പറയും. ശറയ്യ റുഖിയ എന്ന് പറഞ്ഞാൽ അത് രോഗശമന പ്രാർത്ഥന മാത്രമാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ് തുടങ്ങിയ ആയത്തുകൾ കൊണ്ട് ഖുർആനിലും ഹദീസിലും പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ റുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ രോഗിയെ അടിച്ചുകൊണ്ട് ജിന്നുബാധ ഏറ്റു എന്നറിയപ്പെടുന്ന ആളെ അടിച്ചുകൊണ്ട് ജിന്നിനെ പുറത്താക്കുക എന്നാണ്. ഈ വാദം വന്നപ്പോൾ കേരള ജമിയത്തുൽ ഉലമ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു പുസ്തകം ആധികാരികമായി തന്നെ പുറത്തിറക്കി. KJU ജിന്ന് പിശാച്ച് റുഖിയ ശറയ്യ എന്ന് പറയുന്ന പുസ്തകം ഇത്തരം ഈ ആളുകളുടെ വിസ്ഡം വിഭാഗത്തിനെ പോലെയുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ ഈ രീതിയിൽ വ്യതിയാനം സംഭവിച്ചപ്പോൾ അവരെ യഥാർത്ഥത്തിൽ തിരുത്തുന്നതിന് വേണ്ടി കേരള ജമിയത്തുൽ ഉലമ ഈ പുസ്തകം ഇറക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ 58-ാമത്തെ പേജിൽ
യഥാർത്ഥത്തിൽ ജിന്നുബാധയെ അംഗീകരിക്കുകയും ആ ജിന്നുബാധക്കുള്ള പരിഹാരം എന്ത് എന്ന് വളരെ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ റുഖിയ ശർഇയ്യ ചില അബദ്ധധാരണകൾ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ നൽകിയിട്ടുണ്ട്. ഇത് KJU കേരള നദുവത്തുൽ മുജാഹിദീൻ KJU പബ്ലിഷ് ചെയ്യുന്ന ഈ പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സഹിഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുന്നതാണ് റുഖിയ ശർഇയ്യ. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ അപ്പുറത്ത് മറ്റെന്തൊക്കെയാണ് റുഖിയ ശർഇയ്യ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ ക്ഷമിക്കുകയും രോഗശമനത്തിനായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും നിശ്ചയിക്കപ്പെട്ട മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്തിഗാസയും ദുആയും റുഖിയയും ഒക്കെ പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ പ്രാർത്ഥനകൾ മൊത്തത്തിൽ ദുആ എന്നും അടിയന്തര ഘട്ടത്തിൽ മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് പൊതുവെ ഇസ്തിഗാസ എന്നും പറയാറുള്ളത് പോലെ രോഗശമനത്തിന് നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കാണ് റുഖിയ എന്ന് പറയുന്നത്. അപ്പോൾ KJU വളരെ വ്യക്തമായി തന്നെ റുഖിയ എന്താണ് എന്ന് വിശദീകരിച്ചു. ഇനി പറയുന്നത് റുഖിയ എന്തല്ല എന്നും യഥാർത്ഥത്തിൽ KJU വിശദീകരിക്കുന്നുണ്ട്. കാരണം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുല്ലാഹ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രോഗിയെ അടിക്കുക റുഖിയ എന്ന ഓമന പേരിൽ, ഇതിന്റെ 56-ാമത്തെ പേജ് പറയണം. റുഖിയ എന്ന ഓമന പേരിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് ഖുർആനും മറ്റ് ദിക്റുകളും പിഞ്ഞാനം, തലിക തുടങ്ങിയവയിൽ എഴുതി കുടിക്കാൻ നൽകുന്നത്. ഇപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേക ആയത്തുകൾ, ചില പ്രത്യേക കടലാസുകൾ അച്ചടിച്ച് തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളുണ്ടത്രേ എന്നാണ് പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ കേസറ്റുകളിലാക്കി, അതുപോലെ തന്നെ എല്ലാം ചെയ്ത് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് അവകാശപ്പെടുകയും എന്നാൽ തികച്ചും പ്രമാണവിരുദ്ധമായി ഇത്തരം ചികിത്സന്മാർ ആവിഷ്കരിക്കുകയും ചെയ്ത രീതിയാണ് രോഗികളെ ചികിത്സയുടെ പേരിൽ മർദ്ദിക്കുക എന്നത്. ഇത്തരം ചികിത്സാ രീതികളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും ചില പ്രദേശങ്ങളിൽ നടന്ന അനാശാസ്യകരമായ സംഭവങ്ങളുടെ പേരിൽ ആരുടെയൊക്കെ ആക്ഷേപങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് കേൾക്കേണ്ടി വന്നതെന്ന് ആലോചിക്കുക. ഇസ്ലാം അനുവദിക്കുന്ന രോഗശമനത്തിനായുള്ള പ്രാർത്ഥനകളെ പോലും സമൂഹ മധ്യ പരിഹസിക്കാൻ നിഷേധികൾക്ക് ഇത് ഒരു വക നൽകുകയുണ്ടായി. അപ്പോ കേന്ദ്രം അംഗീകരിക്കാത്തത് രോഗിയെ അടിച്ചിറക്കുന്ന റുഖിയ ശർഇയ്യ, അതിനെയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം എതിർക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പുസ്തകത്തിൽ എന്ത് ചെയ്തു, വളരെ കൃത്യമായി തന്നെ കേന്ദ്രം വ്യക്തമാക്കി എന്നർത്ഥം. മാത്രമല്ല ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഒരു ഫത്വയും ലജ്നത്തുൽ ദായിമയുടെ ഒരു ഫത്വ കൊടുത്തു. ജിന്നുബാധ ഏറ്റെന്ന് കരുതപ്പെടുന്ന ഒരാളെ അടിക്കുക, കടുത്തു ചരിക്കുക തുടങ്ങിയവയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി നൽകിയ മറുപടി ഇപ്രകാരമാണ്: ചില ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. മതത്തിൽ അനുവദനീയമായിട്ടുള്ളത് ഖുർആൻ പാരായണവും സ്ഥിരപ്പെട്ട നല്ല പ്രാർത്ഥനകൾ നിർവഹിക്കലുമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത്. അവരാരെങ്കിലും രോഗികളെ അടിച്ച് ചികിത്സിച്ചിരുന്നതായി നമുക്കറിയില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തു എന്നതിന് തെളിവുമില്ല, സംശയാസ്പദമായ കാര്യമാണ്. ഒരു മനുഷ്യൻ മന്ത്രവും ചികിത്സയുമൊക്കെയായി രംഗത്ത് വരികയും ജനങ്ങളെ അടി, കഴുത്തു ഞെരിക്കൽ തുടങ്ങിയവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് അയാൾ ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രോഗിയുടെ മരണത്തിന് തന്നെ കാരണമാണ്, അതിനാൽ അത് നിഷിദ്ധമാണ് എന്ന ലജ്നത്തുൽ ദായിമയുടെ ഒരു ഫത്വ നൽകി കേരള ജമിയത്തുൽ ഉലമ ആ തെറ്റിദ്ധാരണ തീർക്കാൻ ശ്രമിച്ചു എന്നാണ്. എന്നാൽ അതോടുകൂടെ തന്നെ വിസ്ഡം വിഭാഗം ഔദ്യോഗികമായി തന്നെ ഈ ഫത്വയെ കേരള ജമിയത്തുൽ ഉലമയുടെ ജിന്ന് പിശാച് റുഖിയ ശർഇയ്യ എന്ന പുസ്തകത്തിന് ഖണ്ഡനമായി 2022 കേരള ജമിയത്തുൽ ഉലമയും നിലപാട് മാറ്റവും എന്ന ഒരു പുസ്തകം വിസ്ഡം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് അതിലുള്ള തിരുത്ത്?
കേരള ജമിയത്തുൽ ഉലമ അടിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ വിസ്ഡം ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകത്തിൽ പറയുന്നത് ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഇത് പറയാണ്? നമസ്കാരം പ്രാർത്ഥനയുടെ ഒരു ഇനമാണെന്ന് പറയുന്നത് പോലെ റുഖിയയും ദുആഇന്റെ ഒരു ഇനമാണെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് എന്നത് റുഖിയ രോഗശമന പ്രാർത്ഥന മാത്രമാണെന്ന് പറയാൻ ചിലർ തെളിവായി ധരിക്കാറുണ്ട് എന്ന സക്കരിയ സലാഹി മുമ്പ് പറഞ്ഞതിനെ വിസ്ഡം അതിന്റെ ഔദ്യോഗിക പ്രമാണമായി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ വീണ്ടും പറയാണ്, ജിന്നുബാധയേറ്റ ആളുടെ അടുത്തേക്ക് അയാളുടെ ജിന്നിനോട് പുറത്തു പോകുക എന്ന് പറയാനായി നമ്മുടെ ഗുരു ഇബ്നു തൈമിയ്യ ആളെ അയക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ രോഗിയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറയും, ഷേഖ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പുറത്തു പോകുക, ഇത് നിനക്ക് അനുവദനീയമല്ല. അപ്പോൾ ബാധയേറ്റവന് ബോധം തെളിയും. ചിലപ്പോൾ ഷേഖ് തന്നെ ജിന്നിനോട് പുറത്തു പോകാൻ വേണ്ടി പറയും. ധിക്കാരിയാണെങ്കിൽ അടിച്ചുകൊണ്ട് തന്നെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. ഇത് വിസ്ഡം വിഭാഗം ഔദ്യോഗികമായി പുറത്തിറക്കുന്ന റുഖിയ ശറിയയ്ക്കുള്ള നിർവചനമാണ്. ഇങ്ങനെ ജിന്നുബാധക്ക് അടിച്ചിറക്കുക എന്ന് പറയുന്ന റുഖിയ ശറിയ എന്ന വിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ കേരള നേതൃത്വം യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. ഇതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ റുഖിയയെ ഒരിക്കലും നമ്മൾ എതിർക്കുന്നില്ല. ഇവർ പറയുന്ന വിസ്ഡം വിഭാഗം പറയുന്ന ജിന്നിനെ അടിച്ചിറക്കുക എന്ന് പറയുന്ന റുഖിയ ശറിയ പ്രമാണവിരുദ്ധമാണ്. അത് ഇപ്പോഴും എതിർക്കുന്നു, എപ്പോഴും എതിർക്കുന്നു. അതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. അല്ലാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ ഓഡിയൻസിൽ നിന്നും ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു സെഷൻ കൂടെ നമുക്ക് നടക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഭക്ഷണവും നമസ്കാരവും ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി സംവദിക്കുമ്പോഴൊക്കെ സാധാരണയായി മനുഷ്യരായിട്ടുള്ള ആളുകൾ തമ്മിൽ നടത്തുന്ന സഹായത്തേട്ടങ്ങൾ, ആ സഹായത്തേട്ടങ്ങളിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നടത്താറുള്ള സഹായ അഭ്യർത്ഥനകൾ അത് ജിന്നുകളോട്, അഥവാ ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്, പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരാറുള്ള പ്രയോഗങ്ങൾ, ഇപ്പോൾ നേരത്തെ സാലിഷ്ക പറഞ്ഞതുപോലെ ഈ മൈക്കൊന്ന് ഓൺ ചെയ്തു തരുമോ, അതല്ലെങ്കിൽ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടണൊന്ന് എനിക്ക് ഇട്ടു തരുമോ, ഇങ്ങനെ ചോദിക്കാറുള്ള പല കാര്യങ്ങൾ. ഇത് എങ്ങനെയാണ് ശരിക്ക് പ്രാർത്ഥനയാവുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു തേട്ടം അത് പ്രാർത്ഥനയാണെങ്കിൽ അതിന് ഉണ്ടാകേണ്ടുന്ന ഭവ്യതയും അതുപോലെ തന്നെ വിനയവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ സാധാരണ മനുഷ്യർ നടത്തുന്ന തേട്ടങ്ങൾ ഒരു മനുഷ്യനോട് തേടിയാൽ എങ്ങനെയാണ് അത് ശിർക്കാവുക, ജിന്നിനോട് തേടിയാൽ അതെങ്ങനെയാണ് ശിർക്കാവുക എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ മദീനി അതിന് ഉത്തരം നൽകുന്നതാണ്. അൽഹംദുലില്ലാ. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു തമാശക്കളിയല്ല. ഖുർആനിലും ഹദീസിലും പറഞ്ഞത് വ്യാഖ്യാനിച്ച് തൗഹീദും ശിർക്കും വേർതിരിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിലുണ്ടായ വിവാദമാണ്. അതല്ലാതെ ഷർട്ടിൻ്റെ ബട്ടണിട്ട് തരുമോ, ആ മൈക്കൊന്ന് ഓണാക്കി തരുമോ എന്നിങ്ങനെ മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നില്ല തർക്കം. അതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ വിധി പറയാം. പക്ഷേ നമ്മുടെ തർക്കം എന്തായിരുന്നു അറിയോ? നേരത്തെ നിങ്ങൾ കണ്ടില്ല, ഗതിമുട്ടിയവനും ജിന്നും. പ്രതിസന്ധിയിലകപ്പെട്ട, അപകടത്തിലകപ്പെട്ട ഒരു മനുഷ്യൻ തന്നെ പോലെയുള്ള വല്ല മനുഷ്യരും സഹായിക്കുമെന്ന് അവരുടെ കൈവിൽപ്പെട്ട വല്ല കാര്യവും ഉദ്ദേശിച്ച് ചോദിച്ചാൽ അതിലൊരു തർക്കവുമില്ല, അത് അനുവദനീയം തന്നെ. പക്ഷെ ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഞാനിനി വിളിച്ചാൽ ആരും വിളി കേൾക്കാൻ മനുഷ്യരാരും ഇവിടെ ഇല്ല, എൻ്റെ ഈ പ്രയാസത്തിൽ എന്നെ സഹായിക്കാൻ എൻ്റെ പരിധിയിലുള്ള ആരുമില്ല, എങ്കിലും എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജിന്നോ മലക്കോ ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ച് ഗതിമുട്ടിയ മനുഷ്യൻ തനിക്ക് അദൃശ്യവും അബോധ്യവുമായ ജിന്നിനെയും മലക്കിനെയും വിളിക്കുന്നതിൻ്റെ വിധിയാണ് തർക്കം. അതാണല്ലോ കോയിച്ചന സംവാദത്തിലെ വിഷയം. എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബോധ്യവുമായ ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട സമയത്താണ് സഹായം ചോദിക്കുന്നത്. ജബ്ബാർ മൗലവി 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. 3 ഉദാഹരണവും രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന മനുഷ്യൻ വയ്യറിയാതെ ബുദ്ധിമുട്ടുന്നു, അതേപോലെ പകൽ വെളിച്ചത്തിൽ മരുഭൂമിയിൽ നടക്കുന്ന മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു,
അതേപോലെ സക്കരിയ സലാഹി പറഞ്ഞ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന മനുഷ്യൻ, അയാൾ കരയിലുള്ള ജോസഫിനെയാണ് വിളിച്ചെങ്കിൽ കുഴപ്പമില്ല, മരിച്ചുപോയവരാണെങ്കിൽ ശിർക്കാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ തൻ്റെ ശബ്ദപരിധിയിലുള്ള ഒരു ജിന്ന് അവിടെ ഉണ്ടാകും. ആ ജിന്നിനോട് എന്നെ രക്ഷപ്പെടുത്താൻ സഹായം ചോദിച്ചാലോ? ജബ്ബാർ മൗലയും സക്കരിയ സലാഹിയൊക്കെ പറയണത് ഇതൊക്കെ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള ഒരു സഹായതേട്ടമല്ല. അതുകൊണ്ട് തനിക്ക് അദൃശ്യരായ, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബോധ്യവുമായ ജിന്ന് മലക്കുകളോട് ആ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് അവർ പറയണത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൊടിയ ശിർക്ക് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അറിയാത്തവരാരാണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്ത് അറിയാത്തവരുണ്ടാകുമോ? അതിനെതിരാണ് തനിക്ക് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട്, മറഞ്ഞ സൃഷ്ടികളോടുള്ള സഹായത. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയാകുന്നത് എന്നാണ് ഇപ്പൊ ചോദ്യത്തിന്റെ ഒരു ഭാഗം. പണ്ടേ നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ മുമ്പേ എഴുതി വെച്ചതാണ്. മനുഷ്യ കൈവിനപ്പുറമുള്ള മാർഗങ്ങളിൽ ഗുണം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദോഷവിമുക്തിക്ക് വേണ്ടിയുള്ള, അത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന എന്ന് നമ്മുടെ KNMന്റെ മദ്രസ പാഠപുസ്തകം 4ാം ക്ലാസ്സിലെ പ്രാർത്ഥന എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. മനുഷ്യ കൈവിനപ്പുറമുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ ഒരാൾ ബട്ടൺസ് ഇട്ടാൻ ചോദിക്കണത് അത് മനുഷ്യ കൈവിനപ്പുറമുള്ള കാര്യമാണോ? ഒരാൾ മൈക്ക് ഓണാക്കി തരാൻ പറയുന്നത് മനുഷ്യ കൈവിനപ്പുറമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. എന്നാൽ അത് എങ്ങനെ ജിന്നിനോടും അല്ലെങ്കിൽ മലക്കിനോടും ചോദിച്ചാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ എങ്ങനെ കാണുന്നുവെന്നോ അവരെങ്ങനെ ചെയ്യുന്നുവെന്നോ ഒന്നും മനുഷ്യന് ഗോചരമായ സംഗതിയല്ല. അപ്പോൾ തനിക്ക് അജ്ഞാതമായ, മറഞ്ഞ നിലക്കുള്ള, എങ്ങനെ അത് കേൾക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാത്ത രീതിയിലുള്ള സഹായതേട്ടം പ്രാർത്ഥനയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെതിരാണ്. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിനെതിരാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് തേടുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന ആയത്തിനെതിരാണ്. ധാരാളം പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്കെതിരാണ്. അതാണ് ഇതിലെ ഗൗരവനീയമായ വിഷയം. സത്യത്തിൽ നേരത്തെ ഇവിടെ സാലിസ് മൗലവി പറഞ്ഞ പോലെ ജബ്ബാർ മൗലവി സ്ഥാപിക്കണം എന്താണെന്നറിയും. ഇപ്പോൾ നേരത്തെ ഇവിടെ കാണിച്ച തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന ഈ പുസ്തകത്തിന്റെ 206-ാമത്തെ പേജിൽ വ്യക്തമായ ആൾ പറയുന്നുണ്ട്, വിജനമായ പ്രദേശത്തിൽ അപകടത്തിൽ കുടുങ്ങിയ മനുഷ്യന് വിളിച്ചു കേഴുന്നു. അതിലെ വാക്കതാണ്. 206-ാമത്തെ പേജ് നോക്കിയാൽ കാണാം. ആ മനുഷ്യൻ അവിടെയുള്ള പല മനുഷ്യരെയും ഉദ്ദേശിച്ചാ വിളിച്ചതെങ്കിൽ അതിൽ ഒരു തകരാറുമില്ല. എന്നാൽ മരണപ്പെട്ടവരെ ഉദ്ദേശിച്ചാണ് ആ പറഞ്ഞതെങ്കിൽ അത് ശിർക്കാണ് എന്നത് നമുക്കറിയാം. എന്നിട്ട് അവിടെ വെച്ച് പറയാ, ബാക്കിയുള്ള ഭാഗം എന്താ പറയണമെന്നറിയോ? എന്നാൽ ആ മനുഷ്യൻ അവിടെ വെച്ച് ചിന്തിക്കുന്നു, ഞാൻ വിളിച്ചാൽ ആരും വരികയില്ല.
ഇവിടെ ജബ്ബാർ മൗലവിയുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഇനി അതേ മനുഷ്യൻ അവിടെ വെച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എവിടെയും ആരുമില്ല, ഞാൻ വിളിച്ചാൽ മനുഷ്യനാരും തന്നെ വരികയില്ല, അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാവാം, അവർ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല. ഇവിടെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നുണ്ടാവും, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും, ഭൗതികമായ രൂപത്തിൽ തന്നെ എന്നെ സഹായിക്കാൻ അവർക്ക് കഴിയും എന്ന വിശ്വാസത്തിലുള്ള വിളിയാണ്, പ്രാർത്ഥനയല്ല. തൻ്റെ ചുറ്റുപാടിലുള്ള മലക്കുകളെ വിളിക്കുന്നതും മരണപ്പെട്ടവരെ വിളിക്കുന്നതും ഒരുപോലെയാണെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ളതാ. അപ്പോൾ താൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും തന്നെ ഇങ്ങോട്ട് കാണുന്ന ജിന്നുകളോ മലക്കുകളോ ഈ അപകടഘട്ടത്തിൽ ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് അവരെ വിളിച്ച് തേടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിയാർ ഇത് ഉദ്ധരിച്ചിട്ട് ഇതേ ചോദ്യം നമ്മളെ വിസ്ഡം പ്രവർത്തകരോട് ചോദിക്കുന്നത് കാണാം. അശ്വനി ഉസ്താദ്, പുഴയിൽ മുങ്ങിത്താകുന്ന ഒരു മനുഷ്യൻ കരയിലുള്ള ആളെ വിളിക്കുക. നിങ്ങളതൊന്ന് കേട്ട് നോക്കൂ, കേൾക്കാൻ നമുക്ക് കാണാൻ കഴിയും. കരയിലുള്ള മൗലവിയെ വിളിച്ചാൽ അത് ഞാൻ ശരിയായി. അപ്പൊ പുഴയിൽ ഒരാൾ പെട്ടാൽ, നിങ്ങളൊന്ന് കേട്ടോട്ടെ, പുഴയിൽ ഒരാൾ പെട്ടാൽ ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അവിടെ കൃത്യമാണ് എന്റെ ചോദ്യം. അവിടെ മരിച്ചുപോയ ഒരു ജിന്നിനെ, അല്ല അത് ഞാൻ പറയാം, ഞങ്ങൾ പറയാം, അത് ഞങ്ങൾ പറഞ്ഞോളാം. ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? എന്ന ഹദീസ് എന്ത് ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക. ഒരാൾ പുഴയിൽ വീണു, അയാൾ വിളിച്ചു ജിന്നേ, അത് ശിർക്കാണെന്നാണോ ശിർക്കല്ല നിങ്ങളെ വാദം? അവിടെ കൃത്യമായി തന്നെ ആ ഹദീസിന്റെ മത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉരുളലും കരളലും വരുന്നില്ല. ഈ സദസ്സിലൊന്ന് കേട്ടോടെ, മറുപടി പറയാം. ഒരു മൗലവി പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ബാലുശ്ശേരിനായിക്കോട്ടെ, ഇത് നമുക്ക് കുറെ കാലം ഞാൻ രാമതിൽ ഇതിന് കാത്തിരിക്കണം. നിങ്ങളെ പോലെ ഒത്തിരി ബാലുശ്ശേരിന്റെ അനുയായി ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാരണം എന്താ അറിയുന്നത് സംഭവമാണ്. കാരണം ഇത് ജനങ്ങൾക്ക് തിരിയും. ഒരാൾ പുഴയിൽ വീഴുന്നു, അയാൾ വിളിച്ചു ജിന്നേ മലക്കേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങളെ അഭിപ്രായം എന്താ? കൃത്യമായി ആ ക്ലിപ്പിൽ അവിടെ വിശദീകരിച്ചു. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ ശിർക്കല്ലേ പറ. അല്ല, നിങ്ങളെ നാവിന്ന് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അത് പറയാനായിട്ട് അല്ലല്ല, നിങ്ങളൊന്ന് പറയും. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞോളാം. ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞു. പുഴയിൽ വീണ അപകടത്തിൽപ്പെട്ട മനുഷ്യൻ വീഴുന്നു, അയാളോട് വിളിച്ചാൽ ശിർക്കാണെന്നോ ശിർക്കല്ല? അഭിപ്രായം കൃത്യമായി ഇവിടെ ക്ലിപ്പ്. ഏതെങ്കിലും തൗഹീദിന്റെ ആശയം അറിയുന്ന ഒരാൾക്ക് സംശയം ഉണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് ശിർക്കാണെന്നതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. പക്ഷെ അത് പറയാൻ കുറെ പഠിച്ച് വലിയ നീണ്ട താടിയൊക്കെ വെച്ച് നടക്കുന്ന ഒരുപാട് പ്രവർത്തകര് അവർക്ക് ആശയക്കുഴപ്പം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അപകടമുള്ള കാര്യമാണ്. അല്ലാണ്ട് ഇത് തമാശയ്ക്ക് വേണ്ടി ഷർട്ടിന്റെ ബട്ടൺ നെട്ട് വരുമോ, മൈക്ക് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ശിർക്കുണ്ടോ, എന്താണ് ശിർക്കിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയല്ല. ശിർക്ക് വിദ്യാർത്ഥികളിൽ മുങ്ങിത്തായുന്ന ഇവിടുത്തെ സമസ്തക്കാര് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകളെ തൗഹീദിലേക്ക് വിളിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയാത്ത രീതിയിൽ അവരോട് ചോദിക്കുക, അപകടത്തിൽപ്പെട്ടവൻ ബദരീങ്ങളെ അമ്പിയാക്കളെ എന്ന് വിളിച്ചാൽ ശിർക്ക്, ശൈത്താനെ ജിന്നെ എന്ന് വിളിച്ചാൽ ശിർക്കല്ല എന്നല്ലേ നിങ്ങളെ വിശ്വാസം എന്ന് നമ്മളെ മുജാഹിദുകളുടെ തൗഹീദിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമില്ല, മനുഷ്യമാർഗത്തിലപ്പുറം അല്ലെങ്കിൽ മറഞ്ഞ നിലക്കുള്ള സഹായതേട്ടം, മനുഷ്യ കയ്പിനപ്പുറമുള്ള സഹായതേട്ടം, പ്രത്യേകിച്ച് അതേ ഈ അദൃശ്യ സൃഷ്ടികളെ ജിന്നുകളെയൊക്കെ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് ശിർക്കാണ്. അത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. വഅന്നഹു കാൻ റിജാലിമിൽ ഇൻസി യഊദൂന ബിറിജാലിമിൽ ജിന്നി ഫസാദുഹും റഖ എന്ന ആയത്ത്. ജിന്നുകളോട് സഹായം തേടിയിരുന്നത് മക്ക മുശ്രിക്കുകളാണ്. വേറെയും ധാരാളം ആയത്തിൽ കാണാം. അത് മുശ്രിക്കുകളുടെ പണിയായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാകരുത്. തൗഹീദിന് വേണ്ടി നിലക്കൊള്ളുക. വലാ തുശ്രികൂ ബിഹി ശൈഅ എന്ന് ഖുർആനിൽ എത്രയും സ്ഥലത്ത് പറഞ്ഞു. ഒരു നിലക്കുള്ള ശിർക്കും, വസ്ലത്ത് ശിർക്കായാലും ശിർക്കുൻ അക്ബർ ആയാലും ശിർക്കുൻ അസ്ഗർ ആയാലും ഒരു നിലക്കുള്ള ശിർക്കും സംഭവിക്കാൻ പാടില്ല എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഗൗരവത്തിൽ വിഷയം മനസ്സിലാക്കുക. അള്ളാഹു എല്ലാ
ഷിർക്ക് വിദാത്തുകളിൽ നിന്ന്, വസിലത്ത് ഷിർക്കായാലും ഷിർക്കുൻ അക്ബർ ആയാലും എല്ലാ ഷിർക്കുകളിൽ നിന്നും ഈ വസിലത്ത് ഷിർക്ക് എന്നുള്ള പദപ്രയോഗം പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ തന്നെ ഉപയോഗിച്ച പണ്ഡിതന്മാർ തന്നെ പറഞ്ഞേ വസിലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ മാ ഹക്കമ ശാരിഉ അന്നഹു ഷിർക്കു, ഞങ്ങൾ വസിലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഖുർആനിലും ഹദീസിലുള്ളതൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് മാ ഹക്കമ ശാരിഉ, അല്ലാഹുവും റസൂലും പറഞ്ഞു അന്നഹു ഷിർക്കു, ഷിർക്ക് എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞങ്ങൾ വസിലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞത്. വഹഖീഖത്തുൽ ഹാൽ, യഥാർത്ഥത്തിൽ അന്നഹു അന്ന ഫീഹി തൻദീദ് വൽ ഇശ്റാഖ്, അതിൽ ഷിർക്കുമുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കലുമുണ്ട്. അതാണ് വസിലത്ത് ഷിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗൗരവത്തിൽ സത്യം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു സെഷൻ കൂടെ കഴിയാനുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഭക്ഷണവും നമസ്കാരവും ഉണ്ടായിരിക്കുക. കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ സംശയങ്ങൾ തീർക്കലുമായി നമ്മൾ ഈ രൂപത്തിലുള്ള സെഷനുകൾ പിന്നീട് നമ്മൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. ഈ സെഷന് നന്ദി പറയുന്നതിന് വേണ്ടി അമൻ ഷാദിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. الحمد لله, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊരു സെക്ഷനും കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ സെക്ഷൻ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തന്ന ബഹുമാനപ്പെട്ട KV അബൂബക്കർ സാറിനും അതുപോലെ അബ്ദുറഹ്മാൻ മദീനിക്കും സാലിഷ് വാടനപ്പള്ളിക്കും അതുപോലെ തന്നെ ഈ പരിപാടി നിയന്ത്രിച്ച അനസ് മദനി സാറിനും അതുപോലെ ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച നുബിൽ പാലക്കാടിനും ജാമിഅ നദവിയ MSM MGM സ്റ്റുഡൻസ് യൂണിയൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഹക്ക് ഏതാ ബാത്തിലേതാ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. നമ്മുടെ പ്രമുഖന്മാർ പറഞ്ഞതുപോലെ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് കൃത്യമായ രീതിയിൽ പഠിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.